ഇതെൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. വലിയ വീഡിയോ ആയതുകൊണ്ട് 2 പാർട്ടാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. എൻ്റെ ചെമ്മരിയോട് കണ്ട ഞാൻ പറഞ്ഞില്ല, ഇനി അങ്ങോട്ട് മരങ്ങളൊന്നും അങ്ങനെയില്ല. മരങ്ങളില്ല എന്താ സൂര്യപ്രകാശം. നേരത്തെ ഒരു പെട്ടെന്ന് ഇരുട്ട് വന്നു, ഞാൻ വിചാരിച്ച് പണിയാവുന്നു. കോടയൊക്കെ ഇറങ്ങി പിന്നെ ആ വീർട്ട് പിന്നെ നോക്കിയപ്പോൾ ഈ സൈഡൊക്കെ ഇപ്പോൾ വെയിലായി. അങ്ങനെ ഇതാ ഈ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ദൂരെ നമുക്ക് ചെമ്മരിയാടിനെ മേയ്ക്കാൻ വിട്ടിരിക്കണേ. അയ്യോ, ഇത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ UR സോജില ആൾട്ടിറ്റ്യൂഡ് 16,649 ഫീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ലേൽക്ക് 326 കിലോമീറ്റർ, കാർഗിൽക്ക് 96 കിലോമീറ്റർ. പോവാ നേരം വൈകും തോറും ചിലപ്പോൾ പണി കിട്ടും. പെട്ടെന്നുള്ള വ്യൂ അങ്ങനെ കവാടവും കടന്നു മുന്നോട്ട്. എന്താ ഇവിടുത്തെ വ്യൂ വെച്ചിട്ടാ. അടിപൊളിയല്ലേ നിങ്ങൾ പറ, അടിപൊളിയല്ലേ? സോജില അയ്യോ എന്താ വ്യൂ. അതിന് താഴത്തേണ്ട അങ്ങനെ അരുവി ഒഴുകുന്നുണ്ട്. ആ കാണുന്ന വ്യൂ നോക്ക്, ആ മലകൾ എന്താ. വാ, ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബ് കിട്ടിയത്. അടിപൊളി, എങ്ങനെ അടിപൊളി. വാ, ഇതാ റോട്ടിലെന്താ ചെമ്മരിയാട്. മോനെ മാറടാ, എന്താ കോലം. ഇതൊക്കെ ഓരോരുത്തർ താമസിക്കുന്ന ചെമ്മരിയാടിനൊക്കെ ആയിട്ട് ഈ താഴ്വരയിലൊക്കെ അല്ലേ എന്ത് വൈബായിരിക്കും. പക്ഷെ അവർക്ക് അതൊന്നും ഇതായിരിക്കില്ല. അവർ നല്ലൊരു സ്ഥലത്തൊക്കെ സ്റ്റേ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ. നല്ല സ്റ്റേ പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ലൊരു വീടും അങ്ങനെ ഒരു ഇതൊക്കെ സൗകര്യങ്ങളോട് കൂടി അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് താഴത്തുണ്ടല്ലോ കുടിലുകൾ ഇങ്ങനെ ടാർപ്പായൊക്കെ വലിച്ച് കെട്ടിയിട്ട് അവിടെയൊക്കെ ജീവിക്കണവരുണ്ട്. എന്താണ് ഈ കാണുന്നത്. വെയിലുള്ളതുകൊണ്ട് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റി. മഴയത്തായിരുന്നെങ്കിൽ ആകെ ഇതായനെ. നല്ല വ്യൂ. ഓക്കെ, മുന്നോട്ട്. കയറ്റൻ റോഡ് കഴിഞ്ഞ് ഇപ്പോൾ ഇറക്ക റോഡായിട്ട് അത് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം കഴിഞ്ഞ് ഇറക്കം. ഡ്രൈവ് സ്ലോലി. ആഹാ, എന്താ നല്ല മഞ്ഞല്ല കോട. ആ വ്യൂ തിരിക്ക്. നമ്മുടെ ചെക്കനൊരു പുതിയൊരു അനുഭവമായിരിക്കും.
കാരണമാണ് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയത്. കമ്പനിയോ എന്തിൻ്റെ കമ്പനി ഉണ്ടല്ലോ ഇവിടെ. താഴത്തെ എന്തിൻ്റെയോ കമ്പനി ഉണ്ട്. സിമെൻ്റ് എംസാൻഡിൻ്റെ പൊടിയോ. താഴത്തേക്ക് അങ്ങനെ കിറങ്ങട തിരിക്കട. അങ്ങനെ ഇപ്പൊ ചെറിയൊരു ബ്രിഡ്ജ് കയറാൻ പോവാണ്ട. മീന ഹൈ ബ്രിഡ്ജ് ചെറിയത്. വെള്ളം നല്ല ഫോഴ്സിൽ ഒഴുകുന്നുണ്ട്. ഇത്രയും വെയിലുള്ളത് തന്നെ ഒരു സമാധാനം. മഴയൊക്കെ ആണെങ്കിൽ കാലാവസ്ഥയൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതുവഴി പോകാൻ തന്നെ പറ്റില്ലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ടാർട്ട റോഡായി. ഞാൻ ഇപ്പോൾ നേരത്തെ വിഷ്വൽ എടുത്തില്ല, അപ്പോൾ തന്നെ ടാർട്ട റോഡാണ് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ടാർട്ട റോഡായി. ആ പാലത്തിന് ശേഷം ടാറിട്ട റോഡാണ്, റോഡിൻ്റെ അരികില് മലകളാണ്. അയ്യോ അയ്യോ ടാറിട്ട റോഡ് എന്താ വൈകി. ഇതേപോലത്തെ സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് നൈറ്റ് അങ്ങനെ ടെൻ്റ് അടിക്കും. തണുപ്പൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 2 ടീഷർട്ടോ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ എടുത്തിട്ടാൽ നമ്മുടെ ബാഗിൽ സാധനങ്ങളൊക്കെ ഉണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളത്. അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഉറങ്ങന്നെ. ഓരോ എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ നമ്മൾ വേറൊരു ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ്. വേറെ ഒരു ചെറിയൊരു ബ്രിഡ്ജുമായി ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ കുറച്ചൊക്കെ അവിടെ ഒരു പ്രശ്നമുള്ളൂ, എന്നാലും കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല. ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി കാർഗിൽ. നമുക്ക് പോകാൻ പറ്റുമോ? ഞാൻ വിളിച്ച് എന്നെ പറയാൻ വരികയാണ്. ലഡാക്ക് പോലീസ് പോസ്റ്റ് മീനാമർഗ്. പോട്ടെ. കാർഗിൽ മെമ്മോറിയൽ ക്ലോസ്ഡ് ആണ് കേട്ടോ 26-ാം തീയതി വരെ, അതായത് ഇന്ന്. അങ്ങനെ മട്ടിയാൻ എന്നുള്ളൊരു സ്ഥലത്തെത്തി. ഇവിടെ റൂമ് ഫുഡ് ഒക്കെ സംഭവമൊക്കെ ആയിട്ട് അടിപൊളി ലൊക്കേഷനാണ്. കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുമ്പോൾ
മറ്റിയാൻ വില്ലേജ് അങ്ങനൊരു ഏരിയ ആണ്. ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഫുഡ് റൂംസ് അങ്ങനെ എല്ലാ സെറ്റപ്പൊക്കെ ആയിട്ട് ഒരു പ്ലേസ്. വീണ്ടും ഒരു പാലത്തിൻ്റെ മേലെ കൂടെ വരാൻ പോകുന്നു. എൻ്റെത് കറുത്ത വെള്ളം, നേരത്തെ കണ്ടത് വെള്ളമല്ല, ഇപ്പം കറുത്ത. ഇവിടുത്തെ മണ്ണിൻ്റെ ഇതാണത്, ഇവിടുത്തെ മണ്ണിൻ്റെ അതാണ്. കണ്ട ഇപ്പം വന്ന് മലകളിൽ പച്ചപ്പ് പോലും ഇല്ലാതായില്ലേ. ഇത് മരങ്ങളുള്ള മലയോര മേഖല ഉണ്ട്, പിന്നെ പച്ചപ്പായിട്ട് കണ്ടു. ഇപ്പം പച്ചപ്പും പോയി, പച്ചപ്പില്ലാത്ത മലകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെതാ എന്താണ് വില്ലേജ് പൻഡ്രാസ്, അങ്ങനെ ഒരു വില്ലേജിലെത്തി. എന്താ ആകാശത്തിൻ്റെ ഒരു ക്ലിയർ. മുന്നോട്ട് പോവാ, നമുക്ക് ദ്രാസ് വില്ലേജ് ഒന്ന് പിടിക്കാം. ഒരു 15 കിലോമീറ്റർ കൂടി. എന്താ അടിപൊളി, എന്താ വ്യൂ. ഞാൻ മാത്രം ഈ റോഡിന് നോക്ക്, കണ്ട ഈ വ്യൂ നോക്ക്. വാവ്, അങ്ങനെ ഒരു വ്യൂ. എന്താ ആകാശത്തിൻ്റെ ഒക്കെ ഒരു ക്ലിയർ, എന്താ വെയില്. വൈകുന്നേരം 5:30 മണിയാണ്. പോവാം. അങ്ങനെ ദ്രാസ് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ദ്രാസ് മാർക്കറ്റ് ഉണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്താലോ എന്നുള്ള പ്ലാൻ ഉണ്ട്. നോക്കട്ടെ ലെവൽ എന്താന്ന് നോക്കട്ടെ. ഒരു ചെറിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ ഇവിടെ ദ്രാസ്. എല്ലാ സൗകര്യങ്ങളോട് കൂടി ഉള്ള ഒരു വില്ലേജ് ടൗണ്. അത്യാവശ്യം ജനസംഖ്യ തിരക്കൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഞാൻ കുറച്ച് നമ്മുടെ മലയാളികളെ കണ്ടിട്ടോ. മലയാളി ഇതാ മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മളൊരു ടീമിനെ പരിചയപ്പെട്ട്. എന്താ പേരെന്താ, പേര് പറഞ്ഞില്ലല്ലേ? സവാദ്. ആ, നമ്മുടെ അടുത്തൊരു സുഹൃത്തുണ്ട്, സവാദ് ഉണ്ട്, വീടിന്റെ അടുത്തുണ്ട്. ആ, പട്ടാമ്പി. ഞാൻ വണ്ടി നമ്പർ കണ്ടപ്പോ പട്ടാമ്പി പെട്ടെന്ന് ചോദിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ദ്രാസ് വില്ലേജിന് അടുത്ത് ഞങ്ങൾ ടെൻ്റ് അടിച്ചാലോ എന്നുള്ള പ്ലാനിലാണ്. എന്താ ഇവിടുത്തെ ലെവല്, അയ്യോ ഇവിടെ അലൗഡ് ആണോ? അപ്പോൾ ഇവിടെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ടെൻ്റ് അടിക്കുക എന്നുള്ള പ്ലാനിലാണ്. അവരെല്ലാം ടെൻ്റ് ഉണ്ട്, എൻ്റെ കയ്യിലും ടെൻ്റൊക്കെ ഉണ്ട്. നോക്കാം. അപ്പം ഞാനിതിൻ്റെ സെയിൽക്കൊന്ന് നടക്കുക. എന്താ വെച്ചാൽ ഇവിടെ വല്ല വീടുകളോ അല്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ആവുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യലല്ലോ. ഇനിയിപ്പോൾ അവിടെ ടെൻ്റ് അടിച്ചാൽ അവരും വരുന്നുണ്ട്. കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. ഇവിടെ നമ്മളവിടെയാണ് ടെൻ്റ് അടിച്ചാലോ എന്നുള്ള പ്ലാനിലാണ്. നോക്കാം. നമ്മളെ ബൈക്ക് അങ്ങോട്ട് ഇറക്കാൻ പറ്റുമോ നോക്കണേ. എൻ്റെ ബൈക്ക് ഇറക്കാനാ പണി. ആദ്യം ലഗേജൊക്കെ ഇറക്കിയിട്ട് വേണം.
ലഗേജൊക്കെ ഇറക്കിയിട്ട് വേണം. ഇവിടെ ടെൻ്റ് അടിക്കണോണ്ട് സീനൊന്നും ഇല്ല തോന്നുന്നു. എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ്. നോക്കാം. അടുത്തത് ഇതേ കൂടെ ഇറക്കണ എന്നാലും തെന്നുവോ? ആ നോക്കട്ടെ, ചായ വരുന്നുണ്ട് നോക്കട്ടെ. സേഫ് സോൺ. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാം. അങ്ങനെതാ ഈ ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോവാണ്. മറ്റന്മാർ മലപ്പുറത്തുള്ള കേട്ടോ, അവർ അലക്കാൻ പോയിക്കുക. അവിടെ വെള്ളം കിട്ടണ ഒരു പൈപ്പുണ്ട് മേലിൽ നിന്ന്, കുന്നിൻ്റെ മേലിൽ നിന്ന് പൈപ്പ് ലൈൻ ഇട്ടിട്ട് വെള്ളം അവിടെ കിട്ടണ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവർ അലക്കാൻ പോയതാ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ടെൻ്റ് അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ മക്കളെ, എന്താ ലൊക്കേഷൻ നോക്കിയൊക്കെ, എവിടെ ടെൻ്റ് അടിക്കണത് ഉണ്ടാ ഇവിടെ. എന്തായാലും എക്സ്പീരിയൻസ്. അങ്ങനെ ഇതാ ടെൻറ്റ് സെറ്റായി. കുറച്ച് വിറകൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കത്തിക്കാനൊക്കെ. നോക്കട്ടെ, അവർ വന്നിട്ടില്ല. അവർ അവിടെ വെള്ളമുണ്ട്, അവിടെ അലക്കാൻ പോയിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ സെറ്റായിട്ടാ. എൻ്റെ ടെൻറ്റ് സെറ്റായി, അവരിപ്പോൾ വന്ന് സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് വാലയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളിന്ന് ഇവിടെ ദ്രാസിലെത്തിയപ്പോൾ ആൾ എന്നോട് ലൊക്കേഷൻ ചോദിച്ചു, ഞാൻ അയച്ചു കൊടുത്ത്. ആളിവിടെ ഇതാ നമ്മുടെ മലപ്പുറം സവാദ്. എടാ നിൻ്റെ പേരെന്താ? നിഷാദ്. നിഷാദ്. നാളെ രാവിലെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കണ്ട. അങ്ങനെ എല്ലാവരും ഇതാ ഒരു കുടുംബമായി, ഫാമിലി കുടുംബമായിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചിരിക്കുകയാണ് ഇവിടെ. തെലുങ്ക് അതാ, तेलुगु 4 डायलॉग പറയും. బోలో రికార్డింగ్. ఓకే గా, మీరైతే చూశారు కదా, నిన్న మేము అందరం జమ్మూలో అయితే కలిసేసి ఈరోజు అయితే మేము కార్గిల్కి ఒక జస్ట్ ఒక 60 కిలోమీటర్ దూరంలో ఉన్న ద్రాస్ అనే విలేజ్లో ఇగో ఇక్కడ టెంట్లు వేసుకొని అయితే ఉన్నాం. సడన్గా తను నిన్న గ్రూప్ క్రియేట్ చేసుకున్నాం కాబట్టి తనైతే లొకేషన్ షేర్ చేసిండు. నేను కూడా కాల్ చేస్తే తను కూడా ఇక్కడే ఉన్నాడని చెప్పిండు. ఓకే కేరళ భయ్యాకు సపోర్ట్ కరో. അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ. അങ്ങനെ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് സെറ്റാവുന്ന വിചാരിച്ച്. ബാക്കി വീഡിയോ നമുക്ക് നാളെ രാവിലെ നല്ല സൂര്യൻ അസ്തമയൊക്കെ വന്ന് വരുമ്പോഴേ നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാം. നാളത്തെ ഇവിടുത്തെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേരള ടു ലഡാക്കിൽ ഇപ്പോൾ ലഡാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ദ്രാസ് വില്ലേജിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ, നാളത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ ഇത് ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്, പക്ഷേ നല്ല വിഷ്വലൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റിലൊക്കെ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.